ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇത് റിലീസായിട്ട് ബോളിവുഡിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട സിനിമകളാണല്ലോ ഇന്ന് ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഒരു മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ബഡേ മിയാൻ ചോട്ടെ മിയാൻ. നമ്മുടെ മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് സുകുമാരൻ വില്ലൻ വേഷത്തിലെത്തിയ, അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ഈ ഹിന്ദി സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഈ ബിഗ് ബഡ്ജറ്റ് ബോളിവുഡ് സിനിമ തിയേറ്ററുകളിൽ ആദ്യ ദിവസം തന്നെ നെഗറ്റീവ് ഡിസാസ്റ്റർ അഭിപ്രായങ്ങളാണ് എല്ലായിടത്തു നിന്നും ഒരുപോലെ തന്നെ നേടിയെടുത്തിരിക്കുന്നത്. ഇമോഷണൽ കണക്ട് ഇല്ലാത്ത, ലോജിക് ഇല്ലാത്ത, ഔട്ട്ഡേറ്റഡ് സ്റ്റോറിയുമായിട്ടെത്തിയ ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്നും ബിഗ് ബഡ്ജറ്റ് സിനിമ അടുത്തൊരു തിയേറ്റർ ദുരന്തത്തിലേക്ക് പോകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയിലെ പ്രധാന നായകന്മാരുടെ എക്സ്പ്രഷൻ ഇല്ലായ്മയും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ലെങ്ത് എല്ലാം തന്നെ മറ്റൊരു നെഗറ്റീവായിട്ട് പറയുമ്പോൾ ആകെ പോസിറ്റീവായിട്ട് കേൾക്കാനായിട്ട് കഴിഞ്ഞ രണ്ട് ഘടകങ്ങളിൽ ഒന്ന് പൃഥ്വിരാജ് സുകുമാരനാണ് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. പൃഥ്വിരാജിന്റെ സിനിമയിലെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന സിനിമയുടെ ഇന്റർവെൽ രംഗങ്ങൾക്കാണ് മറ്റൊരു പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ പൃഥ്വിരാജിന്റെ വില്ലനും രണ്ടാമത്തെ പകുതിയിൽ താഴെ പോകുന്ന ഒരു കാഴ്ചയും സിനിമയിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായങ്ങളിലുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ ബഡേ മിയാൻ ഇനി ബോക്സ് ഓഫീസിൽ എന്ത് നേടിയെടുക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. സിനിമ ആദ്യ ദിവസം തന്നെ നെഗറ്റീവ് ഡിസാസ്റ്റർ നേടിയെടുത്തെങ്കിൽ പോലും ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ മണിക്കൂറിൽ 7,000-8,000 ബുക്കിംഗ് എല്ലാം തന്നെയാണ് നടക്കുന്നത്. നേരത്തെ പ്രീസെയിലിൽ തന്നെ ഏറ്റവും ഡൗൺ കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത സിനിമയ്ക്ക് കോർപ്പറേറ്റ് ബുക്കിംഗ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരം. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തിയ സിനിമ കേരളത്തിൽ മലയാളം ഭാഷയിൽ കൂടി ഹിന്ദിക്ക് പുറമെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ തിയേറ്റർ ബുക്കിംഗ് എല്ലാം തന്നെ ശോകമാണ് എന്ന് ബുക്ക് മൈ ഷോ എടുത്തു നോക്കുമ്പോൾ വ്യക്തമാകുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം പൃഥ്വിരാജ് ബോളിവുഡിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് ബഡേ മിയാൻ ചോട്ടെ മിയാൻ. പക്ഷേ ആടുജീവിതം എന്ന സിനിമയ്ക്കിടയിലെത്തിയ ആ സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്.